നമസ്കാരം. ഏഷ്യാനെറ്റ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ വിഷയം വെച്ച് കഴിഞ്ഞാൽ ഈ ദിക്കിൽ നിന്നും വിവാഹം ചെയ്താൽ അഭിവൃദ്ധി ഉണ്ടാവും. ഏത് ദിക്കാണെന്നല്ലേ? നമുക്ക് ആദ്യം തന്നെ നമുക്ക് 7ാം ഭാവം ജാതകത്തെ കണ്ടുപിടിക്കണം. നമുക്ക് 7ാം ഭാവം നമ്മൾ ലഗ്നാല ചന്ദ്രാല ശുക്രാലൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. 7ാം ഭാവം നമ്മൾ കണ്ടുപിടിച്ചിട്ട് 7ാം ഭാവത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളെയൊക്കെ നമ്മൾ പരിഗണിക്കാറുണ്ട്. അതുപോലെ ലഗ്നത്തിനാണോ ചന്ദ്രനാണോ ബലം നമ്മൾ കണ്ടുപിടിക്കണം. അതിനുശേഷം ബലം ചിന്തിച്ച ശേഷമാണ് 7ാം ഭാവാധിപൻ്റെ ദിക്ക് ഏതാണെന്ന് നമ്മൾ ചിന്തിക്കണം. ഉദാഹരണം, നമുക്ക് ലഗ്നത്തിനാണ് ബലമെന്ന് കണക്കാക്കിക്കോളൂ. തുലാലഗ്നമാണ്. തുലാലഗ്നത്തിൻ്റെ 7 എന്ന് പറയുമ്പോഴത്തേക്കും മേടത്തിൻ്റെ അധിപതി ചൊവ്വയാണ്. അത് ചൊവ്വയുടെ ദിക്കനുസരിച്ച് നമുക്ക് അത് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ 7ാം ഭാവം, 7ാം ഭാവാധിപൻ, 7ാം ഭാവത്തിൻ്റെ ദിക്ക്, ഇതൊക്കെ നമ്മൾ 7ാം ഭാവാധിപൻ അംശയിച്ചിരിക്കുന്ന രാശി, ഇതൊക്കെ നമ്മൾ പരിഗണിക്കണം. പരിഗണിച്ച ശേഷം അതിൽ നിൽക്കുന്ന ഗ്രഹം ഏതാണ്? ഇപ്പോൾ ആദ്യത്തിനാണ് കിഴക്ക്, ചന്ദ്രനാണ് പടിഞ്ഞാറ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഗ്രഹങ്ങളെ കണക്കാക്കി നമുക്ക് ദിക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ശുക്രൻ വിവാഹകാരനായ ഗ്രഹമാണ്. ശുക്രൻ്റെ അഷ്ടവർഗം നമ്മൾ പരിഗണിക്കണം. അഷ്ടവർഗം നമ്മൾ പരിഗണിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ അക്ഷം ഏതിനാണെന്ന് കണ്ടുപിടിക്കണം. അക്ഷം കണ്ടുപിടിച്ച ശേഷം അത് ഏത് രാശിയാണെന്ന് ചിന്തിക്കണം. അത് ഏത് രാശിയാണെന്ന് ചിന്തിച്ചിട്ട് ആ രാശിയിലുള്ള ആ ഗ്രഹത്തിൻ്റെ ബന്ധം നമ്മൾ കണ്ടെത്തണം. കണ്ടെത്തി കഴിയുമ്പോൾ അതിൻ്റെ 7ാം ഭാവം ചരരാശിയാണോ സ്ഥിരരാശിയാണോ ഉഭയരാശിയാണോ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതനുസരിച്ചിട്ട് നമുക്ക് വളരെ കുറച്ച് ദൂരം നമുക്ക് അളക്കാൻ സാധിക്കും. അതായത് മേടൻ രാശിയാണെങ്കിൽ നമുക്ക് കിഴക്ക് ഭാഗമൊക്കെ നമുക്ക് പറയാം. ഇടവൻ രാശിയാകുമ്പോഴത്തേക്കും നമുക്ക് മേടം ഇടവൊക്കെ കിഴക്ക് പറയാറുണ്ട്. അതുപോലെ തന്നെ മിഥുനൻ രാശിയാകുമ്പോഴത്തേക്കും കിഴക്ക് തെക്ക് പറയാറുണ്ട്. കർക്കിടകൻ രാശിയാണെങ്കിൽ നമുക്ക് കർക്കിടകവും ചിങ്ങവും തെക്ക് പറയാറുണ്ട്. കന്നി രാശിയാകുമ്പോൾ തെക്ക് പടിഞ്ഞാറ് പറയാറുണ്ട്. തുലാം വൃശ്ചികം ആകുമ്പോൾ പടിഞ്ഞാറ് പറയാറുണ്ട്. ധനുരാശിയാകുമ്പോൾ വടക്ക് പടിഞ്ഞാറ് നമുക്ക് പറയാറുണ്ട്. കുംഭം മകരമാകുമ്പോൾ വടക്ക് ദിക്ക് നമ്മൾ പറയാറുണ്ട്. മീനൻ രാശിയാകുമ്പോൾ നമുക്ക് കിഴക്ക് വടക്കേ ദിക്ക് പറയാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. ഞാനീ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് സ്ഥിരരാശിയാണ് സമീപത്ത് നിന്ന് വിവാഹം നടത്താനുള്ള അവസ്ഥ. ഉഭയരാശിയാണെങ്കിൽ അധികം ദൂരമല്ലാതെ വിവാഹം നടത്താനുള്ള അവസ്ഥ, എന്നാൽ അധികം അടുത്തുമല്ലാതെ വിവാഹം നടക്കാനുള്ള അവസ്ഥ. അതുപോലെ നമുക്ക് 7ാം ഭാവാധിപനെ നമ്മൾ ചിന്തിക്കുന്ന അവസ്ഥ പറഞ്ഞല്ലോ. അപ്പം നമുക്ക് 7ാം ഭാവാധിപന് വിലക്കുറവ് വന്നു കഴിഞ്ഞാൽ, അതായത് 7ാം ഭാവാധിപൻ ഉദാഹരണമായിട്ട് നമ്മൾ പറയുക, ശുക്രനാണ് 7ാം ഭാവാധിപൻ, അല്ലെ ചന്ദ്രനാണ് കൂട്ടിക്കോളൂ. ആ 7ാം ഭാവാധിപന് വിലക്കുറവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിച്ച ഒരാളിനെ, അതായത് നമുക്ക് ഉദ്ദേശിച്ച ദിക്ക് പ്രകാരം നമുക്ക് വിവാഹം നടന്നുവെന്ന് വരില്ല. ഉദ്ദേശിച്ച ആളിനെ നമ്മൾ, ഇപ്പോൾ ഒരാൾ ചെറുപ്പം തൊട്ടൊരാളെ വിവാഹം നമ്മൾ കഴിക്കണം എന്ന് ആഗ്രഹിച്ചു വന്നു. അപ്പോൾ നമ്മുടെ ജാതകപ്രകാരമുള്ള ദിക്കായിരിക്കത്തില്ല അത്. അപ്പം അങ്ങനെയുള്ള ചിലപ്പം വിവാഹം നടന്നുവെന്ന് വരികയില്ല. അപ്പം അതിനകത്ത് പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. അപ്പം ജാതകത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 100% നമ്മൾ ഈ പറഞ്ഞ വിവാഹത്തിൻ്റെ ദിക്ക് ഓരോന്നും നമ്മൾ പരിഗണിച്ച ശേഷം പറയാറുണ്ട്. അത് ഏറെക്കുറെ എല്ലാം ശരിയായിട്ട് വരാറുമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ജാതകത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ 7ാം ഭാവാധിപന് വിലക്കുറവ് വരിക, അംശവസ്തു 7ാം ഭാവാധിപന് വിലക്കുറവ് വരിക, 7ാം ഭാവത്ത് മറ്റ് ഗ്രഹങ്ങളുടെ ഒന്നും വീക്ഷണമില്ലാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ, അതുപോലെ തന്നെ 7ാം ഭാവാധിപൻ നീചസ്ഥാനത്ത് നിൽക്കുന്ന അവസ്ഥയിൽ ഒക്കെ നമുക്ക് ഈ പറയുന്ന ദിക്ക് അത്രത്തോളം ശരിയായിക്കൊള്ളണമെന്നില്ല. അപ്പം നമുക്കത് ഗണിക്കുന്ന ജ്യോത്സ്യൻ്റെ അറിവ് അല്ലെങ്കിൽ ഗണിക്കുന്ന ജ്യോത്സ്യനെ അടിസ്ഥാനപ്പെടുത്തിയൊക്കെയാണ് നമുക്ക് ആ ദിക്ക് പറയാൻ സാധിക്കുന്നത്. പിന്നെ ചിലർ ആ ദിക്ക് നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചിലർ പറയാറുണ്ട് ഒരാൾക്ക് ജീവിതത്തിൽ 120 വയസ്സ് ആയുസ് പറയുന്നത്. ഇപ്പം 100 വയസ്സ് കൂട്ടിക്കോളൂ. അപ്പം അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 50, 50ൻ്റെ പകുതി 25 വയസ്സ് വരെയൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ വിവാഹചിന്ത അവസ്ഥയിൽ നമുക്ക് പ്രായം നോക്കിയാൽ മതി, അല്ലെങ്കിൽ 25 വയസ്സ് വരെ നമുക്ക് ഈ ദിക്ക് നോക്കിയാൽ മതി എന്ന് പറയാറുണ്ട്. 25 വയസ്സ് കഴിഞ്ഞ് നമുക്ക് ദിക്ക് നോക്കി ഇരുന്നിട്ട് കാര്യമുണ്ടോ? കിഴക്ക് ഭാഗത്ത് നിന്ന് വിവാഹം നടക്കത്തുള്ളൂ ഒരാൾക്ക് പറഞ്ഞു. 35 വയസ്സായ 45 വയസ്സായാലും അവിടെ നിന്നുള്ള ആയോധന വന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവിടുത്തെ സാഹചര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമുക്ക് തെറ്റില്ലാത്ത ഉപദിക്കുകളും നമുക്ക് എടുക്കാറുണ്ട്. ഇപ്പം കിഴക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴക്കൊന്നും നേരിട്ടെടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ കിഴക്ക് വടക്കോ കിഴക്ക് തെക്കോ ദിക്കൊന്ന് വിവാഹം എടുത്താലും തെറ്റില്ല. അപ്പം അങ്ങനെയുള്ള ഉപദിക്കുകൾ നമുക്ക് വേണമെങ്കിൽ എടുക്കാൻ സാധിക്കും. നേരെ കിഴക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് പരിഗണിക്കാം. എന്തായാലും നിങ്ങൾ വിവാഹത്തിന് ശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നല്ല വിവാഹ ജീവിതം കാക്ഷിക്കുന്ന ഒരാളാണെങ്കിൽ ജാതകപ്രകാരം ഇങ്ങനെയും കൂടെ ഒന്ന് ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇനിയും നമുക്ക് ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.